ഹായ് ഫ്രണ്ട്സ്, ഒരു വണ്ടി ഓടിച്ചു തുടങ്ങുന്ന ബിഗിനറിനെ സംബന്ധിച്ച് ഓരോ റോഡും മനസ്സിലാക്കി എപ്പോൾ എങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യണമെന്ന് സംശയമുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും കൃത്യമായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രിക്ക് പറഞ്ഞു തരാം. ഇതനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിങ്ങിൽ എക്സ്പേർട്ട് ആകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ ഓരോ റോഡ് മനസ്സിലാക്കിയുള്ള ഗിയർ ഷിഫ്റ്റിംഗ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക, ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. തുടക്കത്തിൽ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഒരു മെയിൻ റോഡിൽ പോയി ഓടിച്ച് നോക്കരുത്. ചെറിയൊരു ഗ്രൗണ്ടിലിട്ട് നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം മെയിൻ റോഡിലേക്ക് ഇറങ്ങുക. ഇനി ആ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഒരു വാഹനം നന്നായിട്ട് ഓടിക്കുന്ന ഒരു ഡ്രൈവർ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ, ഒരു നിരപ്പ് റോഡിൽ ഉദാഹരണം വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ എല്ലാ ഗിയറും ഷിഫ്റ്റ് ചെയ്യുന്നത് ഒരു കാരണവശാലും വാഹനത്തിൻ്റെ കിലോമീറ്റർ സ്പീഡ് നോക്കിയല്ല. ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാൻ ഇത്ര സ്പീഡ്, അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡിലേക്ക് ഇടാൻ ഇത്ര കിലോമീറ്റർ വരുമ്പോൾ അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയല്ല അവർ വാഹനം ഡ്രൈവ് ചെയ്യുന്നത്. അവർ വാഹനം ഡ്രൈവ് ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ വാഹനത്തിന് കുറച്ചൊന്ന് മൂവ്മെൻറ്റ് നൽകിയിട്ട് ആവറേജ് അടുത്തൊരു ഗിയറിലേക്ക് പോകാൻ വാഹനത്തിനൊരു മൂവായി. ഉദാഹരണം പറയാം, ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് വണ്ടിക്കൊരു മൂവ്മെൻ്റ് ആയെന്ന് അവർക്ക് സ്വയമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ടാണ് അടുത്ത ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു തരത്തിലേക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് രീതി മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ടൈമിങ്ങിലുള്ള ഗിയർ ഷിഫ്റ്റിംഗ് എപ്പോൾ ചെയ്യണമെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഒരു ഗ്രൗണ്ടിൽ ചെല്ലുക. നിങ്ങൾ ആദ്യം വാഹനത്തിൻ്റെ കിലോമീറ്റർ നോക്കുക. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. അതായത് നമ്മളൊരു ഗ്രൗണ്ടിൽ ചെല്ലുക, വാഹനം ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ എടുക്കുന്നു, ക്ലച്ച് നയിച്ച് ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം ഒന്ന് മൂവ് ആക്കുന്നു. ഏകദേശം ഒരു 15 കിലോമീറ്റർ ആകുമ്പോൾ നിങ്ങൾ സെക്കൻഡ് ഗിയർ അങ്ങ് ഷിഫ്റ്റ് ചെയ്യുക. ഗ്രൗണ്ടിൽ നിങ്ങൾ കിലോമീറ്റർ തന്നെ നോക്കി വാഹനം ഓടിക്കുക. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് കാലയച്ച് വീണ്ടും ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക. ഏകദേശം ഒരു 30 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 25 കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ നിങ്ങൾ മെല്ലെ തേർഡ് ഗിയർ ഇട്ട് കൊടുക്കുക. വീണ്ടും നിങ്ങൾ വാഹനത്തിന് ആവറേജ് ഒന്ന് മൂവ് ആക്കുക. ഏകദേശം ഒരു 40 കിലോമീറ്റർ ആകുമ്പോൾ ഫോർത്ത് ഗിയർ കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഗ്രൗണ്ടിൽ കിലോമീറ്റർ വെച്ച് വാഹനം ഒന്ന് ചുറ്റി ഒന്ന് ഓടിക്കുക. ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടപ്പോൾ 15 കിലോമീറ്ററിൽ വണ്ടിക്കുണ്ടായ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് സ്വയമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഇട്ടപ്പോൾ വണ്ടിക്കുണ്ടായ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് സ്വയമായിട്ട് നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ കിട്ടിയാൽ പിന്നെ നിങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ടത് കിലോമീറ്ററെ നോക്കാതെ ആ ഒരു ഗ്രൗണ്ടിൽ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം മുന്നോട്ടെടുക്കുക. ഏകദേശം 15 കിലോമീറ്റർ എന്നുള്ള ആ ഒരു മൂവ്മെൻറ്റ്സ് വാഹനത്തിൽ നിങ്ങൾക്ക് സ്വയമായിട്ട് ഏകദേശം ഈ ഒരു മൂവ്മെൻ്റ് ആയി എന്ന് മനസ്സിലായാൽ അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഓരോ ഗിയറും നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക. അതായത് കിലോമീറ്റർ നോക്കാതെ ഷിഫ്റ്റ് ചെയ്ത് വാഹനം ഡ്രൈവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, ഇത്ര മൂവ്മെൻറ്റ് ചെയ്താൽ അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ കിലോമീറ്റർ നോക്കാതെ തന്നെ നിങ്ങൾക്ക് ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്ത് ഒരു നിരപ്പ് റോഡിൽ വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് ഏകദേശം കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ ഒരു സ്ട്രെയിറ്റ് റോഡിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ചെറിയ കയറ്റത്തോടു കൂടിയ ഒരു റോഡിലാണ് വാഹനം മുന്നോട്ടെടുക്കുന്നത്. എപ്പോഴൊക്കെയാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നമ്മൾ ചെറിയൊരു കയറ്റത്താണ് വാഹനം മുന്നോട്ടെടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഓൾറെഡി വാഹനം എടുത്താൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 15-20 കിലോമീറ്ററിലേക്ക് ആക്സിലറേറ്റർ കൊടുത്ത് വാഹനത്തിന് മൂവ്മെൻ്റ് ആക്കിയാൽ വാഹനം ഓൾറെഡി നല്ല മൂവിലേക്ക് വരും. ആ ഒരു സമയത്ത് നമുക്ക് ചെറിയ കയറ്റമാണെങ്കിൽ സെക്കൻഡ് ഗിയർ ഇട്ട് കയറി പോകാൻ കഴിയും ചെറിയ കയറ്റങ്ങളിൽ. വീണ്ടും കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഗിയർ ഡൗൺ ചെയ്യണം. അതായത് വണ്ടിക്ക് വലിമുട്ടാനായിട്ട് ശ്രമിക്കരുത്, സെക്കൻഡ് ഗിയറിൽ തന്നെ കയറി പോകാൻ ശ്രമിക്കരുത്. ജസ്റ്റ് പെട്ടെന്ന് തന്നെ കാലൊന്ന് അയച്ചു കൊടുത്ത് ക്ലച്ച് ഔട്ടിയിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് അഡ്വാൻസ് ആയിട്ട് വാഹനം നിങ്ങൾ വീണ്ടും ഒരു കയറ്റമാണെങ്കിൽ ഡ്രൈവ് ചെയ്യുക. ഇനി നിങ്ങൾ അങ്ങനെ കയറി പോകുന്നു, വീണ്ടും ഒരു നിരപ്പ് റോഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വീണ്ടും നമുക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കാം. സെക്കൻഡ് ഗിയർ കൊടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് ഒരു ആവറേജ് നൽകിയതിന് ശേഷം സെക്കൻഡ് ഗിയർ കൊടുക്കുക. വീണ്ടും സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ കുറച്ചും കൂടെ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുക. ആവറേജ് നല്ലൊരു മൂവായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ തേർഡ് കൊടുക്കുക. ഇങ്ങനെ ഓരോ ഗിയറും നിങ്ങൾ മുന്നോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കുക. ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഓരോ ഗിയറും അഡ്വാൻസ് ആയിട്ട് ഡൗൺ ചെയ്യുക. ഉദാഹരണം, ഒരു ഫോർത്ത് ഗിയറിൽ നമ്മളിങ്ങനെ നല്ല നിരപ്പ് റോഡിൽ പോകുന്നു, മുന്നിലായിട്ട് മറ്റൊരു വാഹനം ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. മുന്നിൽ പോകുന്ന വാഹനം സ്ലോ ആയി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വണ്ടി നമുക്ക് സ്ലോ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യണം, അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഫോർത്തിൽ നിന്ന് തേർഡ് കൊടുക്കുക. കാരണം നമ്മുടെ വണ്ടി ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യുന്ന അവസരങ്ങളിൽ ഫോർത്ത് ഗിയറിൽ വീണ്ടും വാഹനം പോകുവാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കും. ഫോർത്ത് ഗിയർ എന്ന് പറഞ്ഞാൽ ആവറേജ് ഒരു 40-45 കിലോമീറ്റർ വേഗതയിൽ വണ്ടി റണ്ണായിക്കൊണ്ടിരിക്കണം. അപ്പോൾ മുന്നിൽ പോകുന്നൊരു വാഹനം
ഒരു 40 കിലോമീറ്റർ 40 കിലോമീറ്റർ താഴെ വേഗതയിലേക്കാണ് വരുന്നതെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് ഗിയർ കൊടുക്കുക. അപ്പോൾ ആ വേഗത കുറയുന്നതും നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? സ്വയമായിട്ട് മനസ്സിലാക്കുക. വണ്ടിയുടെ വേഗത കുറയുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണെന്ന് സ്വയമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തേർഡ് കൊടുക്കുക. വീണ്ടും വേഗത കുറഞ്ഞാൽ എന്ത് ചെയ്യണം? വീണ്ടും ജസ്റ്റ് അഡ്വാൻസ് ആയിട്ട് ക്ലച്ച് ഔട്ടിയിട്ട് സെക്കൻഡ് ഗിയർ കൊടുക്കുക. ഇങ്ങനെ വണ്ടിയുടെ വേഗത നിങ്ങൾ സ്വയമായിട്ട് മനസ്സിലാക്കുക. കിലോമീറ്റർ സ്പീഡ് നോക്കാതിരിക്കുക. തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ഗ്രൗണ്ടിൽ ചെന്ന് കിലോമീറ്റർ സ്പീഡ് മനസ്സിലാക്കി വാഹനം ഒന്ന് ഓടിച്ചു നോക്കുക. ഡൗൺ ഷിഫ്റ്റും അപ്പ് ഷിഫ്റ്റും ഒക്കെ ചെയ്ത് ഓടിച്ചു നോക്കുക. അതിനുശേഷം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചെറിയ റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏകദേശം മൂവ്മെൻറ്റ്സ് നിങ്ങൾ കിലോമീറ്റർ നോക്കാതെ ഇത്ര മൂവ്മെൻറ്റിലാണ് വണ്ടി മൂവ് ആയത്, അടുത്തൊരു ഗിയർ ഇങ്ങനെയാണ് കൊടുത്തതെന്ന് മനസ്സിലാക്കി നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരും. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ വാഹനം പഠിച്ചു തുടങ്ങുന്ന കൂട്ടുകാരുടെ ഇടയിലേക്കും ഓടിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.